എവിടെ നോക്കിയ സാറേ നടക്കുന്നത്? ഇവിടെ നോക്കി. ബ്യൂട്ടിഫുൾ. നിങ്ങൾ എന്തരീ കാണിക്കണേ? ഞാനും കേരള ടുഡേയുടെ റിപ്പോർട്ടർ അല്ലേ? എന്റെ റിപ്പോർട്ടിനൊന്നും ഇവിടെ ഒരു വിലയല്ലേ? കഴിഞ്ഞ തവണ ഞാൻ തന്ന കൊലപാതകത്തിന്റെ ഫീച്ചർ ഈ ലക്കത്തിൽ പോലും വന്നിട്ടില്ല. തന്റെ മാറ്റർ ഇവിടെ തന്നെ ഉണ്ട്. താൻ ആദ്യം തന്റെ ഭാഷ ഒന്ന് ശരിയാക്കും. എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? ദേ നോക്ക്, ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പകരം താൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്താണ് ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത്? ഈ എന്തരെന്ന് എഴുതിയാൽ ഇപ്പൊ എന്താണ് കുഴപ്പം? ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതാ, എന്തുവാ, എന്തുട്ടാ, എന്തിയെ. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. എന്റെ ജില്ലക്കാർ ഇത്തിരി പോലെ എന്തരെന്നെങ്ങാനും പറഞ്ഞാ അത് നിങ്ങൾക്ക് അയ്യം. ദാണ്ട ഈ എന്തരെന്ന് പറയണേനെ നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. തനിക്കറിയോ, ഞങ്ങളുടെ ജില്ലക്കാർക്ക് വേണ്ടി ത്യാഗരാജസ്വാമികൾ ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതേത് പാട്ട്? എന്താരോ മഹാനു ഫാവുലു. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഏത് ജില്ലക്കാർക്കുണ്ട് ഇതുപോലെ സ്വന്തമായിട്ടൊരു പാട്ട്? എന്നിട്ട് ഞാൻ ഇല്ലോള എന്തരെന്ന് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമല്ലേ? ഡോ, താൻ എഴുതിയിരിക്കുന്ന സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അതെ. ശരി, തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ. മാണി ഇങ്ങോട്ട് എന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനേ കേരള ടുഡേ MD-യുടെ വൈഫിന്റെ വളരെ അടുത്തൊരു ബന്ധുവാ. മുറയ്ക്കെന്റെ അളിയനായിട്ട് വരും, അറിയോ? എന്താ വകയിലൊരു അളിയനായതിന്റെ ബലത്തിലാ വെറുതെ ഒരു പോഷൻ തന്ന് MD ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. നടക്കാത്ത കാര്യങ്ങളല്ലോ താൻ ആ തീപ്പന്തലിൽ എഴുതുന്നത്. ആദ്യം ആ പണി നിർത്ത്, എന്നിട്ട് ആലോചിക്കാൻ കേരള ടുഡേ ഒരു മാറ്റർ കൊടുക്കുന്ന കാര്യം. അതെ, തീപ്പന്തൽ പത്രത്തിൽ ഞാൻ എഴുതുന്നതുകൊണ്ട് എനിക്ക് ഇത്ര ആരാധകർ കൂടിയത്. വെറുതെ തീപ്പന്തലിൽ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാലേ ലാലേട്ടൻ പറയും പോലെ നിന്റെ 6 അടി 1.5 ഇഞ്ചിൽ ഞാൻ സവാരി നടത്തും. തീപ്പന്തലിൽ എഴുതുന്ന രാജ്ബോസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ആ മുടി നീട്ടി വളർത്തിയ ആളാ. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തലിൽ എഴുതും. നോക്കിക്കോ. അതെ, തീപ്പന്തലിൽ എഴുതുന്ന രാജ്ബോസ്. ആരാധകരെ കണ്ട. എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ. മകരവിളക്ക് കണ്ട്. ഹലോ, ഒന്നിവിടെ നിന്നേ. ഒരു വിവരം അറിയാനാ ഇപ്പൊ എന്നെ അടിച്ചതേ. ഞാൻ മണൽ മാഫിയെ കുറിച്ച് എഴുതിയതിനാണോ അതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസത്തെ കുറിച്ച് എഴുതിയതിനാണോ? ഇത് രണ്ടിന്റെ അല്ല, പിന്നെ തട്ടുകടയുടെ മറവിലെ പ്രണയലീല അതിന്റെ. അപ്പൊ 2 തല്ല് ഇനിയും പെൻഡിങ്. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കിയാ നോക്കിക്കോളാം. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടേ. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് പുറത്ത് വെച്ച് മതി, അകത്ത് വെച്ച് വേണ്ട. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ അടിക്കാൻ വരണവന്മാർക്ക് ബോധം പൊക്കണം വേണ്ടേ? ഇല്ലെങ്കിൽ അവന്മാർ ആലോചിക്കണം, എന്നെ വിളിച്ച സ്പോട്ടിൽ ചെന്ന് അടിയും മാച്ചോണ്ട് വരണ ഒരുത്തനാണ് ഞാൻ. വൃത്തിയായിട്ടോമാര്. ആളെയാ സാർ, കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ഫീച്ചർ ഇവന്മാർ ഈ ലക്കത്തിൽ ഇട്ടിട്ടില്ല. അതെന്താണോ ഇയാളുടെ ഫീച്ചർ ഇടാത്തത്? ഇതൊക്കെ എന്നോട് പറയണ്ടേ? ഇടേണ്ട സ്ഥലത്ത് അപ്പ തന്നെ ഞാൻ ഇടില്ലേ? സന്തോഷായി. കൃത്യ സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ടേ. ഷാർപ്പ് 10:30 മീറ്റിംഗ്. ഇനി ആ പഴകുറ്റി പവിത്രങ്ങാനും വരാതിരിക്കൂ. ഹേയ്, ഇത്രയും പെൺപിള്ളേർ ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ എന്നതായാലും വരും. ഇറങ്ങിക്കോ. കുഴപ്പമൊന്നും ഇല്ലല്ലോ, സേഫ് ആണല്ലോ. ബി കെയർഫുൾ. അപകട മേഖല കഴിഞ്ഞു. ആരും നോട്ട് ചെയ്തില്ല. അത്യാവശ്യം അനുയായികളുള്ള ഒരു പാർട്ടി നേതാവ് ഇങ്ങനെ പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കാന്ന് വെച്ചാൽ എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ, എനിക്കൊരു ടച്ച്, ഒരേ ഒരു ടച്ച്. മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് ടച്ചണം. ടച്ചാൻ വീട്ടില് ഭാര്യ ഇല്ലേ? എടാ, ഭാര്യ ഉള്ളോണ്ടാ മറ്റാരെങ്കിലും ഒന്ന് ടച്ചാൻ തോന്നണത്. അതെ, അതൊരു മനഃശാസ്ത്രമാണ്. ഭാര്യ ഉള്ളവർക്ക് അത് മനസ്സിലാവും. അല്ല, നീ ഇപ്പൊ എന്തെടുക്കാൻ പോകുന്നു? കുളിക്കാൻ. വേണ്ട വേണ്ട വേണ്ട, നേതാവിനൊപ്പം PA കുളിക്കേണ്ട കാര്യമില്ല. എന്നതായാലും ഇവിടെയെങ്കിലും സമയത്ത് വന്നൂടെ?
എടോ പഴകുറ്റി. എന്നെ ഒന്ന് പിടിക്ക്. ഞാൻ തൊടട്ടെ. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഏട്ടായി. നോക്കടോ, ഇതാടോ പ്രൊഫഷണലിസം. റിസ്ക് എടുക്കുമ്പോൾ റിസൾട്ടും കിട്ടും. ഓ കുളിസീൻ തന്നല്ലോ. ആ പെണ്ണും കൂടെ ഉള്ള ഒരു കോപ്പി ഞാളിയാ. അടുത്ത ഇഷ്യൂല് ലീഡായിട്ട് വരണം. Sir. ഓക്കെ ജോണിക്കുട്ടി, എന്നാട്ടായി? പൊക്കോ പൊക്കോ. ഇതിനേക്കാൾ റിസ്ക് ഉള്ള ഒരു അസൈൻമെന്റ് കൂടി നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ആരുടെ കുളിയാളിയാ? ഈ അസൈൻമെന്റ് എന്ന് പറയുന്ന കുളിയല്ലേ? ജോണിക്കുട്ടി, ഹോട്ടൽ മാഡ്രിഡ് പ്ലാസയിൽ ഒരു ബാർ സിംഗർ വരുന്നു. വൺ മിസ് ഡയന ഫിലിപ്പ്. നല്ല കുട്ടിയാ. അവൾ പല VIP കളെ മീറ്റ് ചെയ്തേക്കാം. മിസ്റ്റർ മോഹൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ജസ്റ്റ് യു ടു ദാറ്റ്സ് ഓൾ. ഓക്കെ ഏട്ടായി. വഴി വിട്ട് നടക്കുന്ന എല്ലാവരെയും നമുക്കങ്ങ് പോക്കാം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഡയാനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കില്ലല്ലേ? ഇല്ല. ഊരും പേരും അറിയാത്ത സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ഒരു ഫോട്ടോഗ്രാഫറെ പിടിച്ച് MD തലയെ കയറ്റി വച്ചോളണം. എന്നിട്ട് MD ടാറ്റായി ടാറ്റായി എന്ന് വിളിക്കാൻ അനുമതിയും കൊടുത്തോ? അതേടാ, ഇവൻ എന്റെ അനിയനാ. ഒരേ മനസ്സുള്ള അനിയൻ. നിനക്കറിയാമോ, 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നട്ടുച്ചയ്ക്ക് കോട്ടയത്ത് ഏതോ റബ്ബർ കാട്ടിൽ നിന്നും വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തൊരു 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചെന്താണെന്നറിയാമോ? തുടങ്ങി. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ ചേട്ടായി എന്ന്. അത് വേറെ ആയിരുന്നില്ല, ദാ ഇവനായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഇതൊരു 100 തവണ 100 പേരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലയോ? ഇതെന്നാ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്യുന്നത്? ഇനിയും റീവെന്റ് ചെയ്യൂടാ. ഒരു ഏട്ടൻ ഒന്നും മറക്കാൻ കഴിയില്ല അനിയാ. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ആ ഡയാനയുടെ കാര്യം. ഡയാനയുടെ കാര്യം ഇനി പറഞ്ഞാൽ തന്റെ പല്ലടിച്ചാൻ താഴെ ഇടും. അതിനിച്ചിരി പുളിക്കും. ഇത് ആമ്പിള്ളാർ നേരത്തെ അടിച്ചളക്കിയതാ. ഈ ഇരിക്കുന്നത് ഇപ്പൊ വൈപ്പുമല്ല. നോക്കിക്കോ, ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃഷ്ണേന്ദു ചാച്ചിയുടെ വിളിച്ച് പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ അളിയൻ ചത്തുപോട്ട്. എന്റെ പൊന്നു ചേട്ടായി, ഈ സാധനത്തിന് ഇവിടുന്ന് പറഞ്ഞു വെച്ചില്ലെങ്കിലുണ്ടല്ലോ ചേട്ടായിയുടെ ഉള്ള പേര് ചീത്താവേ. എന്ത് ചെയ്യാനടാ, എല്ലാ ബിസിനസ്സുകാരനും ഉണ്ടാവും ഇങ്ങനെ ഒരു തലയിലെഴുത്ത്. ഭാര്യയുടെ ബന്ധുവിനെ സഹിക്കുക. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തില്ല ഒരു പെണ്ണ് രഞ്ജു. അവളുടെ ഒരു ഫീച്ചർ തയ്യാറാക്കണം. നാളെ രാവിലെ എയർപോർട്ടിൽ പോകണം. സെൻട്രൽ മിനിസ്റ്റർ വരികയല്ലേ. പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. ഞാനും വരാം.